അപ്പൊ സുഹൃത്തുക്കളെ, ഏതാണ് നമ്മളെ വാസുവേട്ടൻ. പിന്നെ വഴുതനങ്ങ കൃഷിയിലാണ് ഇപ്പോൾ ആള്. 75 വയസ്സായിട്ടും ആ യുവത്വം വിടാതെ പണിയെടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ വളം ചെയ്തു നമ്മള്. പിന്നെ വളം ഇട്ടുകൊണ്ടിരിക്കും. വളമൊന്നും കാണാനില്ലല്ലോ വാസുവേട്ടൻ ഇട്ടിട്ട്. വളം ഉണ്ടാ? അതൊക്കെ എടുക്കുന്നു. രാസവളം പറ്റൂല അറിയാം ആൾക്കാർ. ഇന്ന് ആൾക്കാർക്ക് ഇംഗ്ലീഷ് ഒളിക്ക് പഠിച്ച് കുടിച്ചാൽ ഒരു മടിയില്ല. ഇതിൽ ഭയങ്കര പ്രശ്നമാണ്. 2 വാക്ക് പറഞ്ഞാണ് ഇനി കൃഷിനെ കുറിച്ചിട്ട്. കൃഷിനെ കുറിച്ച് പറയാനുള്ളത് അതിനെനിക്ക് നല്ല പണിയാണ്. വെള്ളമില്ലാത്ത സ്ഥലമാണ്. ഈർപ്പുണ്ട് മാണേനും. വാസുവേട്ടൻ കൃഷിപ്പണി തുടങ്ങിയിട്ട് എത്ര കൊല്ലായി? കൃഷിപ്പണി തുടങ്ങിയിട്ടൊക്കെ എത്രാമത്തെ വയസ്സ് തുടങ്ങിയതാ? ആകെ 8-10 വയസ്സല്ല. 10 വയസ്സില്ല? അത് തള്ളല്ലേ? കള്ളല്ല, നമ്മളെ അച്ഛന്മാരൊക്കെ എടുക്കണേ നമ്മള് കണ്ടതല്ലേ. കണ്ടിട്ടല്ലേ ഉള്ളൂ. അന്ന് പണി തുടങ്ങിയിട്ടില്ലല്ലോ. പണിച്ചാ ഒപ്പം ചെന്നൊക്കെ പോയി. ഒപ്പം ചെന്നാ പണിയാവൂല്ലോ. ആവൂല. പിന്നെ അങ്ങനെ പണിക്ക് 10-20 വയസ്സായൊക്കെ അന്ന് തുടങ്ങിയതാണ്. കൂലിപ്പണിക്ക് പോകും. പിന്നെ ലാസ്റ്റൊക്കെ ഉണ്ടാക്കുകയും ചെയ്യും. കൂലിപ്പണിയുടെ ഇടയിലേ മുളക് ഒക്കെ ഈ മുളകൊന്നും വെക്കാപ്പോ പാകല്ലോ. മുളക് കൂർക്കൊന്നും ഇപ്പൊ ഉണ്ടാക്കാൻ പറ്റില്ല. ഇപ്പൊ എന്താ പ്രശ്നം? പന്നി നാസാക്കാണൊക്കെ. ആവശ്യമൊന്നും ചെയ്യാം. പിന്നെ ചെറുപ്പക്കാരോട് എന്താ പറയാനുള്ളത് ഈ കൃഷിനെ കുറിച്ചിട്ട്? ചെറുപ്പക്കാരോട് പറയാന്ന് പറഞ്ഞാൽ ചെറുപ്പക്കാര് തെണ്ടിയടക്കലൊക്കെ മാറ്റിട്ട് ഇങ്ങനെ പണിയെടുക്കണം. എങ്ങനെ? തെണ്ടിയടക്കലൊക്കെ മാറ്റിട്ട് ഇങ്ങനെയുള്ള പണിയെടുക്കണം. ഇങ്ങനെ പണിയെടുക്കണം. എന്താ വെച്ചാൽ 10 ഉറുപ്പ്യക്ക് ബുദ്ധിമുട്ടൂല. അങ്ങനെയൊക്കെയുള്ള മെച്ചുണ്ട്. എന്തെങ്കിലും നുടിപ്പേർക്ക് വിൽക്കാണ്ടാവും പണിയെടുത്താല്. ചെറിയിലൊക്കെ തന്നെ ഉണ്ടാവുള്ളൂ. ഇപ്പൊ മച്ചറ ശല്യം, പന്നിയുടെ ശല്യം, മയിലിന്റെ ശല്യം, ഈ ശല്യങ്ങളാണ് ഇപ്പൊ കൂടുതല്. ഒന്നും ഉണ്ടാക്കിയാ കിട്ടുന്ന ഉറപ്പില്ല. അപ്പൊ ഉണ്ടാക്കണ്ടേനും. പിന്നെ ചെലപ്പം കിട്ടും, ചെലപ്പോ പോവും. രാസവളം ഉപയോഗിക്കുന്നതിനെ കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്താ? രാസവളം ഞങ്ങൾ അങ്ങനെ കൂട്ടലില്ല. ലേശ കൂട്ടും. രാസമരുന്ന് ഇതിനിട്ടാല് ഭയങ്കര പ്രശ്നമാണ് ആൾക്കാർക്ക്. എന്നാ ഇംഗ്ലീഷ് വിളിക്ക് പഠിച്ച് കുടിച്ചിട്ട് ഒരു കുഴപ്പമില്ല. ഞങ്ങള് പിന്നെ വളം ലേശ കിട്ടലുണ്ട്. പിന്നെ ആട്ടുംകാട്ടം, വളപ്പൊടി, കോഴിക്കാട്ടം ഇതൊക്കെ നല്ല ഇടുന്നുണ്ട്. ആനുകൂല്യം എന്തെങ്കിലും സർക്കാരിന്? ആനുകൂല്യം ചിലപ്പോ കിട്ടും. ചിലപ്പോ എഴുതി കൊടുത്തിട്ട് വന്നിട്ടില്ലാന്നും പറയും. 1000-2000 ഒക്കെ കിട്ടലുണ്ട്. അങ്ങനെ തന്നെ. അങ്ങനെയൊക്കെയാണ് കാര്യങ്ങള്. അപ്പൊ എന്തായാലും വാസുവേട്ടൻ പണി നടക്കട്ടെ. ഞാൻ നിങ്ങളെ സ്വീപ്പാക്കണില്ല. ഓക്കെ.